അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. ഗ്യാസ് എപ്പോഴും ഓഫ് ചെയ്ത് വെച്ചിട്ടേ ഉറങ്ങാൻ കിടക്കാവുള്ളൂ കേട്ടോ. രാവിലെ വന്ന് ഞാൻ ഓണാക്കിയിട്ട് ചായക്ക് വെള്ളം വെച്ചതാണ്. അപ്പോൾ അപ്പോഴേക്ക് പാല് വാങ്ങിയിട്ട് വന്ന് ഇപ്പം രാത്രി ഈ അടുക്കള ഇപ്പം കിടക്കുന്നത് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. എന്നിട്ട് പിന്നെ അതിലൊരു വലിയ യുദ്ധം നടത്തിയാണ് വീണ്ടും വൃത്തിയാക്കൽ. എല്ലാവരും ഇങ്ങനെയായിരിക്കും. എങ്കിലും കഴിവതും വൃത്തിയാക്കി വെച്ച് മാത്രം എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സും തലയും ഒക്കെ വല്ലാണ്ട് ഡാമേജ് ആകും. കാരണം ഇതൊക്കെ ഇതിനുള്ളിൽ നിന്ന് ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ്. പറയുന്നതേ ഉള്ളൂ. ബാക്കി സമത്വത്തെക്കുറിച്ചൊക്കെ അതൊക്കെ നമുക്ക് വേറെ വിഷയം, നമുക്കതൊന്നും സംസാരിക്കേണ്ട. എന്നെപ്പോലെ സാധാരണ അമ്മമാർക്ക് മക്കൾക്കുണ്ടാക്കി കൊടുക്കാനും മറ്റുള്ളവർക്ക്. കണ്ടേ അവൻ രാവിലെ വന്ന് എനിക്ക് 2 ഈത്തപ്പഴം, ഞാൻ എപ്പോഴും ഒന്നും വാങ്ങിക്കല കേട്ടോ. മാസത്തിലോ ഒരു പ്രാവശ്യം 1/2 കിലോയോ എങ്ങാനും നല്ല വിലക്കുറവുണ്ടാവും. ഓഫറൊക്കെ വരുന്ന സമയത്ത് വാങ്ങിക്കുക. അങ്ങനെ മീൻകാക്ക വന്ന് മീൻ വാങ്ങിക്കാൻ ഇറങ്ങിപ്പോയി. ചാള ഒരുപാട് കിട്ടിയിട്ടോ. അപ്പോൾ അച്ചാർ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാള അച്ചാർ ഇടുന്നത് ഞാൻ അടുത്ത ഷോർട്ടിൽ ഇടാം, അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. പ്ലീസ് കാണണേ എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ ഇച്ചിരി പാലേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. പാലിനൊക്കെ എന്താ വില. ഓട്സ് കാച്ചിയതാ. മീൻ വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കിന് ആ ഗ്യാസ് അടുപ്പ് ആ പരുവായി. അത് 10 വർഷത്തോളം പഴക്കമുള്ള ഗ്യാസ് അടുപ്പാണ്. മാറ്റേണ്ട സമയമൊക്കെ ആയി. മാറ്റേണ്ട സമയത്ത് ഇതൊക്കെ മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടേ തുടപ്പം എടുപ്പുള്ളൂ. കാരണം ഞാൻ ജെന്യൂനായിട്ട് കാണിക്കുന്നതാണ്. അതിനിടയ്ക്കൂടെ ഞാൻ എൻ്റെ ചെടികൾക്കെല്ലാം കുറ്റിക്കുരുമുളകാണ് കേട്ടോ എല്ലാ വീട്ടിലും വെച്ച് പിടിപ്പിക്കണേ. നമ്മുടെ ഓറഞ്ച് തൈയാണ്. പച്ചക്കറി കഴുകിയതും ചായ കുടിച്ചതിൻ്റെയും മുട്ടത്തോടുകളും ഒക്കെ കൊണ്ടിടുകയാണ്. അതിനിടയ്ക്ക് ഓടിപ്പോയി. ഒരു അമ്മമാർക്ക് മാത്രമേ ഇതൊക്കെ കഴിയുള്ളൂ. വേറെ എല്ലാവരും ചെയ്യുമായിരിക്കും എന്നാ ഓടിപ്പോയി. എന്താ പറയുക, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 9 ജോലികൾ. അതിനിടയ്ക്ക് ഈ മുട്ട, ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കുറച്ച് ഓട്സ്. അതിനിടയ്ക്ക് ചെറിയ ആൾ ബാഗ് മറന്നു വെച്ച് പോയി. അതിനെനിക്ക് വഴക്കൊക്കെ കിട്ടി. എങ്കിലും ഞാനത് എടുത്തുകൊണ്ട് പോവുകയാണ്. റോഡിലോട്ട് കൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.